പുരുഷൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടാ, അവനൊരു തുണയുണ്ടാ. എന്തുട്ടാ അവിടെ നടക്കണേ? തല്ലി പിരിയണോ? കാശ് പോയാ നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കൂല. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നിക്കടോ, ഇത് നടക്കാതെ ഞങ്ങൾ തിരിച്ചു പോണ പ്രശ്നമില്ല. അല്ലാണ്ട് ഇതിനൊക്കെ ഒരു വ്യവസ്ഥ വെള്ളിയാഴ്ച കൊണ്ടുപോകും. പെണ്ണിന്റെ അമ്മ ബോധം കെട്ടി കിടക്കുമ്പോ എന്ത് വ്യവസ്ഥ? ബോധം കെട്ട വീശി കൊടുത്താൽ മാറുള്ളൂ. ഞങ്ങൾ സകല തയ്യാറെടുപ്പായിട്ടാ വന്നിരിക്കണേ. പറഞ്ഞു നിന്ന് സമയം കളയാതെ മനസ്സമ്മതം നടത്താട്ടാ. ഇതുപോലൊരു മുള്ളും കെട്ട് നീ എന്തിനാണ് എന്റെ തലയിൽ വെച്ച് തന്നെ? ഇവർക്ക് ഇപ്പൊ ഒഴിയണമെന്നാ പറയണേ. അതിപ്പോ എന്താ അങ്ങനെ? ഇവനാണ് ചെറുക്കനെങ്കിൽ എന്റെ മോക്ക് ഇവനെ വേണ്ടാന്ന്. ചേട്ടന്റെ മോക്ക് പോലും വേണ്ടാത്ത ചെക്കനാ. എടാ, അവന്റെ ചിരിയുണ്ട്. ബോധം കെട്ട് വീഴുതാ എന്റെ ഭാര്യ. ഇതുവരെ ഉരിയാടിയിട്ടില്ല. ചത്ത ശവം പോലെ കിടക്കാണ്. എന്താ ഈ പറയണേ? ഒരാളെ കണ്ടെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പറ്റുവോ? ഓ, ഇത് വെറും ചിരിയല്ല, 4 പാടും കോന്ത്രം പോലെ കറ പിടിച്ച ചിരിയാ എന്റെ കർത്താവ്. പല്ലൊക്കെ നമുക്ക് ശരിയാക്കാ. ഇപ്പൊ മനസ്സമ്മതം നടത്താൻ നോക്ക്. ചെല്ല് യോഹനാൻ ചേട്ടാ. അതിന് ഞങ്ങൾ മാത്രം പോരല്ലോ, ഈ പാർട്ടിയോടും കൂടെ വരാൻ പറ. ഇത്താക്കു ചേട്ടൻ ചെല്ലിട്ടാ. നേരം പോവാ. നടപ്പില്ല. താനിതിനൊരു സമാധാനം ഉണ്ടാക്കിയ പറ്റൂ. ഞാനോ? എന്തുട്ട് സമാധാനം? പറഞ്ഞു പറ്റിച്ചതിന്. ചെക്കൻ പെണ്ണിനെ കാണാതിരിക്കാൻ ശ്രമിച്ചു, ശരിയാ. അത് കല്യാണം നടക്കാൻ വേണ്ടിട്ടല്ലേ? ചേട്ടനും കൂട്ടരും ചെക്കനെ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞ. ചെക്കനെ മുൻകൂർ കാണിക്കേണ്ട ബാധ്യത ബ്രോക്കർക്കാണ്. ബ്രോക്കറാ? ചേട്ടൻ വല്ല മൂന്നാമനോട് പറയട്ടെ. പിന്നെ നീ 6-മന് അല്ല 1-മൻ. മര്യാദക്ക് സംസാരിക്കണം. നീ എന്നെ മര്യാദ പഠിപ്പിക്കാണ്. പവൻ മാരേജ് ബ്യൂറോനെ പറ്റിക്കാൻ നോക്കണ്ടേ. മനസ്സമ്മതം നടന്നാലും നടന്നില്ലെങ്കിലും പറഞ്ഞ തോതിലുള്ള തുക എനിക്ക് കിട്ടിയേ പറ്റൂ. ഇപ്പൊ കിട്ടണം. ഇപ്പൊ കിട്ടണോ? അയ്യോ, ഒരടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് പെണ്ണിന്റെ അപ്പന്റെ കയ്യിൽ നിന്നായിരിക്കും വിചാരിച്ചില്ല. എനിക്കിത് കിട്ടണം.